പത്തിരി പല വിധമുണ്ടെങ്കിലും പൊരിച്ച പത്തിരിയുടെ ആ പ്രത്യേക ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. കറിയില്ലാതെ പോലും വെറുതെ കഴിക്കാൻ നല്ല രുചിയുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പൊരിച്ച പത്തിരി പുട്ടുപൊടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് എന്ന കണക്കിൽ വെള്ളമെടുത്ത് നല്ല പോലെ തിളപ്പിക്കണം. തിളച്ച വെള്ളം പുട്ടുപൊടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുതിർക്കാനിടണം. പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവാം. പുട്ടുപൊടി കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 4 ചെറിയുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കപ്പ് തേങ്ങ ചിരകിയത്, ഇതെല്ലാം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. കൂടുതൽ അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് പൊടി നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് പൊടി മാറ്റി കുഴച്ചെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് പൊടിയിലേക്കിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കിയെടുത്ത് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ചെറിയ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. കൂടുതൽ നൈസാവരുത്, എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകും. ഇനി ഇതുപോലത്തെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ പരത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. ചെറിയ ഉരുളയെടുത്ത് പ്രസ്സിൽ വെച്ച് 1-2 വട്ടം പ്രസ് ചെയ്താൽ മതി. പരത്തിയെടുത്ത പത്തിരി എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ പൊന്തി വരും. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൊരിഞ്ഞ് ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പൊരിച്ച പത്തിരി റെഡിയായിട്ടുണ്ട്. പൊരിച്ച പത്തിരിയുടെ കൂടെ നാടൻ കോഴിക്കറി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. മൊരിഞ്ഞ പത്തിരി ആയതുകൊണ്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്